Roaming allows a user to use service in another operator's area. മറ്റൊരു നെറ്റ്വർക്ക് ഏരിയയിലേക്ക് കടക്കുമ്പോഴാണ് റോമിംഗ് വരുന്നത് അല്ലേ. ദ പ്രോസസ് ഓഫ് മൂവിങ് ബിറ്റ്വീൻ ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്. ഹാൻഡ് ഓഫ് ആണോ? ഹാൻഡ് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ നെറ്റ്വർക്കിലെ ഡിഫറെൻറ്റ് ബേസ് സ്റ്റേഷൻസുകൾ തമ്മിലുള്ള മൂവിങ്ങിനെയാണ്, അവ തമ്മിലുള്ള കൈമാറുന്നതിനെയാണ് ഹാൻഡ് ഓഫ് എന്ന് പറയുന്നത്. ഇവിടെ ക്വസ്റ്റ്യൻ ഡിഫറെൻറ്റ് നെറ്റ്വർക്കാണ്. ഡിഫറെൻറ്റ് നെറ്റ്വർക്ക് ആകുമ്പോൾ റോമിംഗ് ആണ്. Okay, the process of moving between different network area is called roaming. Roaming requires, റോമിങ്ങിൻ്റെ കേസിൽ രണ്ട് നെറ്റ്വർക്കാണ്. അപ്പോൾ ഒരു നെറ്റ്വർക്ക് ഉപയോഗിക്കുന്ന ഒരാൾ മറ്റേ നെറ്റ്വർക്ക് ഉപയോഗിക്കേണ്ട ആവശ്യം വരുമ്പോൾ അവിടെ ബില്ലിംഗ് അഗ്രിമെൻ്റ് ഒക്കെ വേണം അല്ലേ. അതിനാണ് ഇൻ്റർ നെറ്റ്വർക്ക് അഗ്രിമെൻറ്റ്. റോമിംഗ് റിക്വയർസ് ഇൻ്റർ നെറ്റ്വർക്ക് അഗ്രിമെൻറ്റ്സ്. ദ സബ്സ്ക്രൈബേഴ്സ് ഹോം നെറ്റ്വർക്ക് HLR, ഹോം ലൊക്കേഷൻ രജിസ്റ്റർ. ദ നെറ്റ്വർക്ക് ദാറ്റ് യൂസർ വിസിറ്റ് ചെയ്യുന്ന ലൊക്കേഷനാണ് VLR നെറ്റ്വർക്ക്. റോമിംഗ് യൂസേഴ്സ് ആർ ഐഡൻറ്റിഫൈഡ് ത്രൂ. എങ്ങനെയാണ് റോമിംഗ് യൂസേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്? അവയുടെ സിം വെച്ചിട്ടാണ്. സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ. റോമിംഗ് യൂസേഴ്സ് ആർ ഐഡൻറ്റിഫൈഡ് ത്രൂ ഹാൻഡ്സെറ്റ് അല്ല, ബേസ് സ്റ്റേഷൻ അല്ല, MSRN അല്ല. ഏതാണ്? റോമിംഗ് യൂസേഴ്സ് ആർ ഐഡൻറ്റിഫൈഡ് ത്രൂ സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ. റോമിംഗ് അലോസ് ആക്സസ് ടു എല്ലാ സർവീസസും, ഓൾ മൊബൈൽ സർവീസസ്, ലോക്കൽ കോൾ, സ്റ്റാറ്റസ് സർവീസ്, SMS, എവറിത്തിങ്. എല്ലാ സർവീസസും റോമിംഗ് പ്രൊവൈഡ് ചെയ്യും. റോമിംഗ് ക്യാൻ ബി നാഷണൽ വരാം ഓർ ഇൻ്റർനാഷണൽ വരാം. വെൻ എ യൂസർ മൂവ്സ് ടു അനദർ കൺട്രി അതിനെ ഇൻ്റർനാഷണൽ റോമിംഗ് എന്ന് പറയും. ഇൻ GSM, ദ ടെമ്പററി ഡാറ്റ ഓഫ് എ റോമിംഗ് യൂസർ ഇസ് സ്റ്റോർഡ് ഇൻ. ടെമ്പററി ഡാറ്റ ആരാ സ്റ്റോർ ചെയ്യുക? വിസിറ്റർ ലൊക്കേഷൻ VLR. വെൻ റോമിംഗ്, കോൾ ചാർജസ് ആർ യൂഷ്വലി. റോമിംഗ് ചെയ്യുമ്പോൾ സാധാരണക്കാരിലും നോർമലി ചാർജ് കൂടുതലായിരിക്കും അല്ലേ. IMSI സ്റ്റാൻഡ്സ് ഫോർ ഇൻ്റർനാഷണൽ മൊബൈൽ സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി. ഓക്കെ, സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റിയാണ് IMSI സ്റ്റാൻഡ് ഫോർ ഇൻ്റർനാഷണൽ മൊബൈൽ സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി. നേരത്തെ നമ്മൾ പറഞ്ഞു ഒരു റോമിങ്ങിനെ റോമിംഗ് യൂസേഴ്സ് ആർ ഐഡൻറ്റിഫൈഡ് ത്രൂ സിമ്മാണ്. ആ സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി മൊഡ്യൂൾ തന്നെയാണ് വരുന്നത്. ഇപ്പോൾ ഇൻ്റർനാഷണൽ കേസിൽ വരുന്നതാണ് ഇൻ്റർനാഷണൽ മൊബൈൽ സബ്സ്ക്രൈബർ ഐഡൻറ്റിറ്റി. ദ റോമിംഗ് അഗ്രിമെൻറ്റ് ഇൻവോൾവ്സ്. ആരാണ് റോമിൻ്റെ അഗ്രിമെൻറ്റ് വരിക? ഓൺലി ഓപ്പറേറ്റേഴ്സ്. രണ്ട് ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സ് തമ്മിലാണ് അഗ്രിമെൻറ്റ് വരുന്നത്, സബ്സ്ക്രൈബേഴ്സ് തമ്മിലല്ല. സബ്സ്ക്രൈബറും ഓപ്പറേറ്റേഴ്സും തമ്മിലല്ല. ഒരു രാജ്യം വിട്ട് കഴിഞ്ഞാൽ അവിടെ ഏത് നെറ്റ്വർക്ക് ഉപയോഗിക്കണം എന്നത് ആ രണ്ട് നെറ്റ്വർക്ക്സുകൾ തമ്മിലാണ് അഗ്രിമെൻറ്റ് വേണ്ടത്. ദ റോമിംഗ് ഓതൻറ്റിഫിക്കേഷൻ എൻഷ്യൂർസ്. എന്തിനാണ്? സെക്യൂരിറ്റി ആൻഡ് ബില്ലിംഗ്. അതിനു വേണ്ടിയിട്ടാണ് റോമിംഗ് ആ അഗ്രിമെൻറ്റ് വരുത്തുന്നത്. എന്തിനാണ്? സെക്യൂരിറ്റി ആൻഡ് ബില്ലിംഗ്. ദ റോമിംഗ് ലൊക്കേഷൻ അപ്ഡേറ്റ്സ് ഈസ് ഹാൻഡിൽഡ് ബൈ ആരാണ്? VLR. നമ്മളിപ്പോൾ ഒരു വേറൊരു സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ വിസിറ്റർ ലൊക്കേഷൻ ഉണ്ടാവും. ആ രജിസ്റ്ററാണ് നമ്മളെ ലൊക്കേഷന് അപ്ഡേറ്റ് ചെയ്യുന്നത്. സോ റോമിംഗ് ലൊക്കേഷൻ അപ്ഡേറ്റ് ഈസ് ഹാൻഡിൽഡ് ബൈ VLR. Roaming enables seamless service continuity, right? Which layer handles roaming management? Roaming network ആണല്ലേ, നെറ്റ്വർക്ക്. Roaming failures may occur due to എന്തുകൊണ്ടാണ്? ബില്ലിംഗ് എറേഴ്സ്. രണ്ട് ഡിഫറെൻറ്റ് നെറ്റ്വർക്ക്സ് തമ്മിലുള്ള ബില്ലിംഗ് എറേഴ്സ് വന്നാൽ, സിഗ്നൽ ഡ്രോപ്പ്, നെറ്റ്വർക്ക് ഇൻകോമ്പാറ്റബിലിറ്റി, ഓൾ ഓഫ് ദീസ് ഈസ് ദ ആൻസർ. ഇൻ LTE, ലോങ് ടൈം എവല്യൂഷൻ, 4th ജനറേഷനിലാണ് roaming uses which interface? S6A. Roaming ensures that the same SIM works across networks. സിമ്മിൽ വെച്ചിട്ടാണ് റോമിംഗ് വരുന്നത്. The same SIM works across networks. IMSI used to identify. എന്തിനാണ് IMSI? എന്താണ്? International Mobile Subscriber Identity. So subscriber. MSRN, Mobile Station Roaming Number, right? MSRN, മൊബൈൽ സ്റ്റേഷൻ റോമിംഗ് നമ്പർ. എന്തിനു വേണ്ടിയിട്ടാണ്? റൂട്ടിംഗ് ഇൻകമിംഗ് കോൾസ് ടു റോമിംഗ് യൂസർ. റോമിംഗ് യൂസറായിട്ട് റൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് MSRN. എ റോമിംഗ് അറേഞ്ച്മെൻറ്റ് അഗ്രിമെൻറ്റ് എക്സിസ്റ്റ് ബിറ്റ്വീൻ ആര് തമ്മിലാണ്? നേരത്തെ പറഞ്ഞു, ടു ഓപ്പറേറ്റേഴ്സ് തമ്മിലാണ് അഗ്രിമെൻറ്റ് വരുന്നത്. നാഷണൽ റോമിംഗ് ഒക്കേഴ്സ് വെൻ സബ്സ്ക്രൈബർ യൂസ് അനദർ ഓപ്പറേറ്റേഴ്സ് നെറ്റ്വർക്ക് വിത്തിൻ ദ സെയിം കൺട്രി. International roaming occurs when subscriber travels to different country. Which network registers the roaming subscriber temporarily? Temporarily വരുന്നത് ആരാണ്? VLR ആണ്. Authentication during roaming is handled by ആരാണ്?
authentication is handled by VLR and HLR ആണ്. ഓക്കെ, VLR